വാർത്തകളിലേക്ക് പോവുകയാണ്. 2024 ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസിൽ ഷെയ്ഖ് ഹസീന കുറ്റക്കാരി എന്ന് ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ. ശിക്ഷാവിധി ഉടൻ പ്രഖ്യാപിക്കും. വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. വിധി പ്രസ്താവനത്തിന്റെ സാഹചര്യത്തിൽ ധാക്കയിലടക്കം പ്രധാന നഗരങ്ങൾ കനത്ത സുരക്ഷയിലാണ്. ബി കെ സുഹേൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ബി കെ, ഈ ശിക്ഷാവിധി എപ്പോഴാണ് വരിക? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. അപ്പോൾ എങ്ങനെയാണ് അവരെ ഇത് ബാധിക്കുക? അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് കോടതി. ഇതെപ്പോഴാണ് ശിക്ഷ വിധിക്കുക? ഇപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോളമായി ഷെയ്ഖ് ഹസീനക്കും അതേപോലെ തന്നെ ഒപ്പമുള്ള മുൻ ആഭ്യന്തരമന്ത്രി, മുൻ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾക്ക് മേലെയുള്ള ചാർജ് ഷീറ്റ്, കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ കോടതി വായിച്ച് കേൾപ്പിക്കുകയാണ്. ഒടുവിൽ ഏറ്റവും അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ലൈവായി തന്നെ ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോടതി. അപ്പോൾ ഒരു വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. വധശിക്ഷ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ബംഗ്ലാദേശിൽ ആകെ വലിയ കലാപത്തിന് അവാമി ലീഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ബംഗ്ലാദേശിൽ അവാമി ലീഗ് ആഹ്വാനം ചെയ്ത ബന്ദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാക്ക അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ശൂന്യമായി കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു വലിയ കലാപത്തിലേക്ക് കോപ്പുകൂട്ടാൻ വേണ്ടിയുള്ള അവാമി ലീഗിന്റെ ആഹ്വാനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഈ ശിക്ഷാവിധി വരുന്നത്. കഴിഞ്ഞ 2024 നടന്ന പ്രക്ഷോഭം, ഈ ഷെയ്ഖ് ഹസീനയെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട പ്രക്ഷോഭം, ആ പ്രക്ഷോഭകരെ വളരെ ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നു ഷെയ്ഖ് ഹസീന സർക്കാർ. 1400 പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഈ കേസ് വന്നിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് അവർ പറയുന്നുവെങ്കിലും ഇതൊരു ദേശീയ കോടതിയാണ്. കഴിഞ്ഞ ബംഗ്ലാദേശിന്റെ വിമോചന സമരകാലത്ത്, അതിന്റെ സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ഉണ്ടായ കുറ്റകൃത്യങ്ങളെ നോക്കാൻ വേണ്ടിയും അതിലുള്ള ശിക്ഷാവിധിയും വിചാരണയും എല്ലാം പ്രത്യേകമായി നോക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോടതിയാണിത്. ആ കോടതിയാണ് ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ പേരിലുള്ള ഈ കേസുകളുടെ വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.